ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷിന് നമ്മൾ കുറച്ച് ലൈവ് ഫീഡ് കൊടുക്കുന്ന വീഡിയോ ആണ്. റെഡ് ടൈലിൽ അങ്ങനെ ചേസ് ചെയ്ത് കണ്ടിയാണ് ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ കരുതി ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ലൈവ് ഞാൻ പൊതുവെ അധികം അങ്ങനെ കൊടുക്കാറില്ലാത്തതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് വീശിയപ്പോൾ കുറച്ച് ഫിഷ് കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോകുന്നു. ചെറിയ ഫിഷസ് ആയതുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ്. റെഡ് ടൈൽസിന് മാത്രം കഴിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള സൈസുള്ള മീനുകളെയാണ് നമ്മൾ ലൈവ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് അരോണക്കൊന്നും കിട്ടത്തില്ല. ഇവർ ഹണ്ടിൻ്റെ രീതി ശ്രദ്ധിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും. ഇവരാദ്യമേ ആ ഫിഷിൻ്റെ ഹെഡ് പോർഷനാണ് ആദ്യമേ വീഴുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, അവൻ തിരിച്ചെടുത്താണ് ഹെഡ് പ്രോപ്പറാക്കി സോൾവ് ചെയ്താണ് ഇപ്പോൾ കണ്ടത്. അതുപോലെ ചേസ് ചെയ്യുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ സംഭവം. ഇവർ നാച്ചുറൽ സെറ്റപ്പിലും ഇതുപോലെ തന്നെ ചേസ് ചെയ്ത് കണ്ടിയതാണ്. നമ്മളിപ്പോൾ വളർത്തുന്നത് ടാങ്കിലൊക്കെ ഇട്ടായതുകൊണ്ട് അങ്ങനെ അധികം ചേസിങ്ങൊന്നും കാണാറില്ല. അപ്പോൾ ഇപ്പോൾ അക്വറിയത്തിലേക്ക് ഇട്ടപ്പോഴാണ് അതിൻ്റെ രീതി കണ്ടത്. നമ്മൾ ഫിഷിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ലൈഫ് ഫീഡ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കണ്ടിന്യൂസ് അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്നരാടം ലൈഫ് ഫീഡ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, ആക്ടിവിറ്റീസൊക്കെ കൂടും. അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ് കൂടും. ഗ്രോത്ത് റേറ്റ് നല്ല ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ ഡെഡ് ഫിഷ് കൊടുക്കുന്നതും ലൈവ് ഫിഷ് കൊടുക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അത് എനിക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു അലിഗേറ്റർ ഗാറുണ്ട്. അപ്പോൾ അവൻ്റെ കേൾക്കുന്ന ഗാറ് സ്ഥിരമായിട്ട് അവൻ ലൈവ് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഗാറ്. അപ്പോൾ അത് 1.5 അടിയും അവൻ്റെത് 2 അടിയും തെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ ലൈഫിൽ കൊടുക്കുന്ന ഡിഫറൻസ് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഹൈബ്രിഡ് കാറ്റ് ഫിഷൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുണ്ട്. അവൻ ഓൾറെഡി ആക്റ്റീവാണ്. പക്ഷേ അവൻ്റെ ഹണ്ടിങ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവൻ ഹെഡ് പോർഷൻ തിരിച്ചതാണ് കണ്ടത്. തിരിച്ച് മുഖത്തിലോട്ട് കയറ്റി. ഇനി സോൾവ് ചെയ്യാൻ അവർക്ക് എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ അവരുടെ ആ മുള്ള് തൊണ്ടയിൽ ഉടക്കി നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഒരുപാട് ഡെത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളതാണ് ഫിഷിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഒരു യൂട്യൂബറുടെ ഒരു റെഡ് ടൈൽ വലുത് സിലോപ്പിയ വിഴുങ്ങിയപ്പോൾ അതുപോലെ ഡെഡായി പോയിട്ടുള്ളതാണ്. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ റിസ്ക്കും ഉണ്ട് ലൈവ് കൊടുക്കുന്നത്. ലൈവ് കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ ഇതിപ്പോൾ ഹാർഡിയായിട്ടുള്ള ഫിഷാണ് ഈ പള്ളത്തി എന്ന് പറയുന്നത്. പൊതുവേ പരല് അതുപോലത്തെ ഫിഷൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ലൈവ് കൊടുത്തതിൽ ബാക്കി എല്ലാവരും കഴിഞ്ഞ് ബാക്കി ഒരാൾ കൂടിയുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ആരോണയും അതുപോലെ നമ്മൾ പുതിയ 2 പേരെ മേടിച്ചായിരുന്നു. 2 ആൽബിനോ പാക്ക് വാങ്ങിയായിരുന്നു. അപ്പോൾ അവരാണിത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത അപ്ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഫീഡൊക്കെ കൊടുത്തതിന് ശേഷം എപ്പോഴും മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ് അതുപോലുള്ള ഫിഷുകൾക്ക് നമ്മൾ ഓക്സിജൻ മോട്ടർ ഓണാക്കി കൊടുക്കണം. ഫിൽറ്റർ വിത്ത് ഓക്സിജൻ മോട്ടർ ആണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഇവരുടെ ബോഡിയിലേക്ക് ഒരുപാട് ഫീഡ് ചെന്ന് കഴിഞ്ഞാൽ അവർ ഡൈജസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഓക്സിജൻ്റെ ആവശ്യം വേണ്ടി വരും. അപ്പോൾ എനർജി ഒരുപാട് വേണ്ടതുകൊണ്ട് ഓക്സിജൻ്റെ ആവശ്യം കൂടുതൽ വേണ്ടി വരുന്നത് കൊണ്ട് മാത്രം നമ്മൾ മസ്റ്റായിട്ട് ഓക്സിജൻ മോട്ടർ ഓണാക്കി കൊടുക്കണം. ഓവർ ഫീഡ് ആയാലും ലൈവ് ഫീഡൊക്കെ കൊടുത്താലും എപ്പോഴും ഓണാക്കണമെന്നില്ല, ഫീഡ് കൊടുക്കുന്ന സമയത്ത് മാത്രം. ഇതെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ.